الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുക എന്ന പ്രവാചക ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളെയും പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുക എന്ന ആ പഠന പര്യടനത്തിന് തുടക്കം കുറിക്കുകയാണ്. റബീഉൽ അവ്വൽ ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ എന്ന നിലക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രവാചകനോട് നമുക്കുള്ള ബാധ്യത എന്താണ് എന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം എന്ന് പല സന്ദർഭങ്ങളിൽ പല ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളിൽ നിന്ന് അത് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിനിടയിൽ നിലകൊള്ളുന്നു.
അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ഒരു വിവരണം നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറ അൽ ഫത്ഹിന്റെ 9-ാമത്തെ വചനം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്നതിനുള്ള ചില സൂചനകളാണ്. ഇഷ്ടപ്പെടണം എന്നതിൽ തർക്കമില്ല, എല്ലാവർക്കും ഉറപ്പുള്ള സംഗതിയാണ്. കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ മുഅ്മിനാവില്ല. എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത്? ഒരാൾക്ക് റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുക? ഇഷ്ടം എന്നത് ഖൽബിലുള്ള വികാരല്ലേ, ഹൃദയത്തിലുള്ള പ്രത്യേകതയല്ലേ അത്. അതുകൊണ്ട് തന്നെ അതിന്റെ മദ്ലൂലാത്തുകളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ഖൽബിൽ പ്രവാചകനോട് ഇഷ്ടം വന്നാൽ പിന്നെ അയാളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നതാണ് പരിശോധിക്കേണ്ടത്. അതിൽ ഒന്നാമതായി പ്രവാചക മഹബ്ബത്തിന്റെ ആസാറുകളിൽ അതിൽ ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറ അൽ ഫത്ഹിലെ 9-ാമത്തെ വചനം മുതൽ നമുക്ക് തുടങ്ങാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. الله من القرآن إنا أرسلناك شاهدا ومبشرا ونذيرا. തീർച്ചയായും നബിയെ നിന്നെ നാം നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ സാക്ഷിയായിട്ടാണ്, വമുബശ്ശിറൻ ശുഭവാർത്ത അറിയിക്കുന്നവനായിട്ടാണ്, വനദീറാ മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ പ്രത്യേകത ആണ്. അർസൽനാക നിന്നെ നാം അയച്ചിരിക്കുന്നു. റിസാലത്ത് ഷഹാദത്താണ്, തബ്ശീറാണ്, ഇൻദാറാണ്. 3 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുബശ്ശിറുമാണ്, മുൻദിറുമാണ്. എന്തിനാണ് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹയും നൽകി കിതാബും നൽകി ഈ സമൂഹത്തിലേക്ക് പ്രവാചകനായി നിയോഗിച്ചത്? ഖുർആൻ പറയാണ്, ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്, അവന്റെ ദൂതനിലും വിശ്വസിക്കാൻ വേണ്ടിയാണ്. ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുവാനും, ആ പ്രവാചകനെ നിങ്ങൾ ആദരിക്കാനും, അല്ലാഹുവിനെ മഹത്വം പ്രകീർത്തിക്കുവാനും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരായി നിങ്ങൾ മാറാനും വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രയോഗമാണ്. അതിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് തഅ്സീർ, എന്താണ് തൗഖീർ. ലിതുഅസ്സിറൂഹു വതുവഖിറൂഹു. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 2 വാക്കുകളാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ തഅ്സീർ ചെയ്യണം, നിങ്ങൾ റസൂലുള്ളാഹിനെ തൗഖീർ ചെയ്യണം. എന്താണ് ഈ തഅ്സീർ? തഅ്സീർ എന്ന് പറഞ്ഞാൽ ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഇബ്നു അബ്ദുൽ ഹാദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ തന്റെ അസ്വാരിബുൽ മസ്ലൂബ് അലാ ശാതിബിർ റസൂൽ, റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നവർക്കെതിരെ എഴുതിയ ലേഖനമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു എന്താണ് തഅ്സീർ. ഇസ്മുൻ ജാമിഉൻ ലിനസ്രിഹി വതഈദിഹി വമൻഇഹി മിൻ കുല്ലി മാ യുഅ്ലിഹി. അതാണ് തഅ്സീർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുക, നബിതങ്ങളെ ശക്തിപ്പെടുത്തുക, പ്രവാചകന് പ്രയാസമുണ്ടാക്കുന്ന ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ തടുക്കുക. ഇതാണ് തഅ്സീർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ
സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ റസൂലിനെ വളരെ ശക്തമായി സഹായിച്ചവരാണ്. ജീവിതത്തിൽ എന്ത് ത്യാഗമുണ്ടായാലും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്തിട്ടും അള്ളാന്റെ റസൂലിനെ സംരക്ഷിച്ചവരാണ്. വിശാലമായ ചരിത്രമാണ്. ഒരെണ്ണം മാത്രം നിങ്ങളോട് പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് കടന്നു വരുന്ന ശത്രുവിന്റെ മുന്നിൽ നഹ്രീ ദൂന നഹ്രിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശരീരത്തിന് നേരെ എയ്യുന്ന അമ്പുണ്ടല്ലോ, അതെന്റെ ശരീരത്തിൽ പതിക്കട്ടെ നബിയേ, അതെന്റെ നെഞ്ചിലേക്ക് ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിൽ കവചം തീർത്ത സ്വഹാബികളുണ്ട്. മുഴുവൻ അമ്പുകളും ശരീരത്തിലേക്കേറ്റ് അബൂ ദുജാന ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ശരീരത്തിൽ ഒരു അമ്പ് തറക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. അതാണ് അല്ലാഹ് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്. അവരങ്ങനെ സഹായിച്ചു അല്ലേ? അവരങ്ങനെ സഹായിച്ചു. നമ്മളെങ്ങനെ സഹായിക്കുന്നു? നമ്മളങ്ങനെ സഹായിക്കും. ഇന്ന് അള്ളാന്റെ റസൂൽ ജീവിച്ചിരിപ്പില്ല, പിന്നെ എങ്ങനെയാ റസൂലുള്ളാഹിനെ സഹായിക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഈ ആയത്ത് പ്രാബല്യത്തിലുണ്ടല്ലോ, ഈ ആയത്തിന്റെ നിയമമുണ്ടല്ലോ, ഈ ആയത്ത് മുഅ്മിനീങ്ങൾക്ക് ബാധ്യതയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ഇവിടെ ഉണ്ട്. ആ സുന്നത്തിനെ അതിന്റെ ശക്തമായ പ്രചാരണത്തിന് സഹായിക്കണം നിങ്ങൾ. സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരണം നിങ്ങൾ. സുന്നത്തിനെതിരായി വർത്തമാനം പറയുന്നവനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാക്കാൻ കഴിയണം നിങ്ങൾക്ക്. അതാ തഅ്സീർ. അതവിടെ മാത്രമല്ല, ഇപ്പോഴുണ്ട്. സുന്നത്ത് കേൾക്കും മോന്ത് ചുളിക്കുന്നവനുണ്ടല്ലോ, അനക്ക് ഹുബ്ബില്ലടോ എന്നാ പറയുന്നത്. കാരണം മഹബത്തിന്റെ ആസാറാണത്. പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് കേൾക്കുമ്പോ, പ്രവാചകന്റെ വചനത്തെ കുറിച്ച് കേൾക്കുമ്പോ നിനക്ക് സന്തോഷം ഉണ്ടാവണം. അതിനെതിരെ പറയുന്നവന്റെ മുന്നിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ, സുന്നത്തിനെ സേഫ് ചെയ്യാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ നീ തഅ്സീറുള്ളവനാണ്. അത് മാത്രം പറഞ്ഞാൽ ഇത് തീരൂല. രണ്ടാമത്തതോ തൗഖീർ ചെയ്യണം. എന്താണ് തൗഖീർ? തൗഖീർ എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ മനുഷ്യന്മാർ ആദരവ് കാണിക്കലുണ്ട്. അനുവദിക്കപ്പെട്ട മേഖലയുണ്ട്, അനുവദിക്കപ്പെടാത്തതൊക്കെ ഉണ്ട്. ആദരവിനൊരു പ്രത്യേകമായ രൂപമുണ്ട്. അതെന്താ ആദരവിന്റെ പ്രത്യേകത? ആദരവ് വന്നാൽ ആ മനുഷ്യന് ബഹുമാനവും ആദരവും സമാധാനപരമായി നൽകുക, അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താതിരിക്കുക, ആ മഹത്വത്തിന് ഉപകാര സംരക്ഷണം നൽകുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. നമ്മുടെ നാട്ടിൽ ആദരവ് ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോയി. എന്നിട്ട് ഓതണ ആയത്ത് ഇതാണ്. നബിയെ ആദരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല, ഉണ്ട്. പക്ഷെ അതെന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടിയിട്ടല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സങ്കടത്തിന് വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല. റബീഉൽ അവ്വൽ തുടങ്ങിയ നമുക്ക് കാണാം, പള്ളികളിൽ നിന്നാണ് ഈ തൗഖീറിന്റെ വാക്കിനെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രവാചക വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഒറ്റ വാക്ക് പറയാം, ആദരിക്കാന്ന് പറഞ്ഞാൽ ആദരിച്ച് അങ്ങോട്ട് പോണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ പറയരുത്. എന്തായിരുന്നു അവര് പറഞ്ഞത്? അവര് പറഞ്ഞെന്തായിരുന്നു? അവര് പറഞ്ഞത് ഇബ്നുല്ലാഹ് എന്നാ പറഞ്ഞത്, അള്ളാന്റെ മോനാണ്. എന്നാൽ ഇന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിലെ പല പണ്ഡിതന്മാരും അവരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയത് മുഹമ്മദ് നബി അള്ളാഹ് തന്നെയാണെന്നാണ്. നഊദു ബില്ലാഹി അൻ ദാലിക്. മക്കത്ത് വന്ന മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പരമസത്ത തന്നെ എന്ന് മലയാളത്തിൽ എഴുതി വെച്ച, കേരളത്തിൽ അറിയപ്പെടുന്ന
അറിയപ്പെടുന്ന സമസ്ത പണ്ഡിതന്മാരുണ്ട്. മക്കത്ത് വന്ന മുഹമ്മദ് നബി അള്ളന്നെയാണ്, സംശയം വേണ്ട. അങ്ങനെ എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പറയാം അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കലല്ല, അത് അനാദരിക്കലാണ്. പ്രവാചകൻ പറഞ്ഞ വാക്കിനപ്പുറം മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗഖ മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല. അല്ലാഹു എന്നെ ഏതൊരു സ്ഥാനത്തേക്ക് ഉയർത്തിയോ അതിന്റെ മുകളിലേക്ക് നിങ്ങൾ എന്നെ ഉയർത്തരുത്. അള്ളാഹ് എനിക്കൊരു മഖാമ തന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. എന്നെ കുറിച്ച് നിങ്ങൾക്ക് പറയണോ? എന്നെ കുറിച്ച് പറയണോ? ഏറ്റവും ടോപ്പ് ലെവൽ എന്നെ കുറിച്ച് പറയണോ? ഏറ്റവും ഉന്നതമായി പറയണോ? ഖൂലു അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ അബ്ദുമാണെന്ന് പറഞ്ഞോളി. അള്ളാഹ് എനിക്ക് വെച്ച ഏറ്റവും വലിയ വിശേഷണം അതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളെ ആദരിക്കണം, ആദരിക്കേണ്ട രൂപത്തിൽ. ഒന്നാമത്തെ എന്താണ്? അത് പ്രവാചക ജീവിതത്തിലും പ്രവാചകൻ വഫാത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തൗഖീർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒന്നാമത്തത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ശബ്ദമുയർത്താൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്, ഫൗക സൗതിൻ നബി, നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ മുകളിലായി നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടുള്ളതല്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം പരുഷമായി പറയുന്നത് പോലെ, അങ്ങനെ സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹിനോട് നിങ്ങൾ സംസാരിക്കരുത്. എന്താ പറ്റുക? അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അമലൊക്കെ പൊളിഞ്ഞു പോകും. ശബ്ദം ഉയർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോ നബിയേക്കാൾ ഉയർച്ചത്തിൽ സംസാരിക്കരുത്, നബിതങ്ങളോട് പരുഷമായി സംസാരിക്കരുത്. റസൂലുള്ളാഹിനെ ആദരിക്കുന്ന ഭാഗമാണ്. അത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും കാത്തു സൂക്ഷിച്ചു സഹാബികൾ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അങ്ങനെ തന്നെ. വഫാത്തിന് ശേഷം നബി സംസാരിക്കൂലല്ലോ. പക്ഷേ റസൂലുള്ളാഹിന്റെ സബിതത്തിൽ ആ പ്രവാചകന്റെ ഭൗതിക ശരീരം, ശറഫാക്കപ്പെട്ട ശരീരം മറമാടിയിട്ടുള്ളത് മസ്ജിദുൻ നബവിയുടെ ചാരത്താണ്. എന്ന് പറഞ്ഞാൽ ഇത് മസ്ജിദുൻ നബവിയുടെ റൗളയാണെന്ന് വിചാരിക്കൂ. ആ ഭിത്തിയുടെ അപ്പുറത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടങ്ങുന്ന പ്രവാചകന്റെ ഭാര്യമാരുടെ വീട്. അതിൽ നേരെ പോകുന്ന ഈ മിമ്പറിൽ നിന്ന് അങ്ങോട്ട് നടന്നാൽ നേരെ കാണുന്ന സ്ഥലം, അവിടെയാണ് ആയിഷ ബീവിയുടെ റൂം. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഉള്ളത്. അവിടെയാണ് പ്രവാചകനെ മറമാടിയിട്ടുള്ളത്. ഇവിടെ പള്ളിയിൽ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. മദീനത്തെ പള്ളിയിൽ ഇപ്പുറത്തിരുന്നിട്ട് വർത്താനം പറയുമ്പോ ഒച്ചക്ക് സംസാരിക്കരുത്, ശബ്ദമുയർത്തരുത്. അത് എനിക്ക് തിരിഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രവൃത്തി ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്നു. മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, കുന്തു ഖായിമൻ ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ നിൽക്കുകയായിരുന്നു. ഫഹസബനി റജുലുൻ, അപ്പോൾ ഒരാൾ ഒരു കല്ലെടുത്ത് എന്നെ എറിഞ്ഞിട്ടുണ്ട്. എന്റെ ദേഹത്തൊരു കല്ല് വന്നു വീണു. ആരാണ് ഈ പള്ളിയിൽ നിന്ന് കല്ലെറിയാൻ? ഞാൻ തിരിഞ്ഞു നോക്കി. ഫനദർതു ഫഇദാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഇദ്ഹബ് ഫഅതിനി ബിഹാദൈൻ, സാഹിബേ ഇങ്ങോട്ട് വാ, അവിടെ പോയിട്ട് ആയിരിക്കണം രണ്ടാളുണ്ടല്ലോ, ഓലെ കണ്ട് വിളിച്ചോണ്ട് വാ. ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്, നാട് ഭരിക്കുന്ന ഖലീഫയാണ്.
ഖലീഫയാണ് പറയുന്നതായിരിക്കുന്ന രണ്ടാളങ്ങ് വിളിച്ചോണ്ട് വാ. ആ രണ്ടാളെയും ഞാൻ കൊണ്ടുവന്നു. അവരടുത്തെത്തിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മൻ അന്തുമാ, നിങ്ങൾ രണ്ടാളും ആരാണ്? അല്ലെങ്കിൽ മിൻ ഐന അന്തുമാ, നിങ്ങൾ രണ്ടാളും എവിടുന്നാണോ? ഈ നാട്ടിൽ നിന്നും കണ്ടിട്ടില്ലല്ലോ, മദീനക്കാരല്ലല്ലോ, നിങ്ങൾ എവിടുന്നാ വന്ന്? അവര് പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങൾ ത്വായിഫുകാരാണ്, ഞങ്ങൾ ത്വായിഫ് എന്ന് വന്നതാണ്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ലൗ കുന്തുമാ മിൻ അഹ്ലിൽ ബലദ്, നിങ്ങൾ മദീനക്കാരായിരുന്നെങ്കിൽ ലഔജഅതുകുമാ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വേദനിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. നമുക്ക് രണ്ടാൾക്കും എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാനട്ടോ. എന്താ കാര്യം? എന്താ നിങ്ങൾ ചെയ്ത തെറ്റ്? തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹ്, നിങ്ങൾ രണ്ടാളും റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇരുന്ന് ശബ്ദമുയർത്തിയവരാണ്. നിങ്ങൾ ശബ്ദമുയർത്തി. അള്ളാഹിന്റെ ഖുർആൻ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അത് തൗഖീറാണ്. ഇന്നും മസ്ജിദുൻ നബവിയിലെത്തിയാൽ, പ്രവാചകന്റെ ചാരത്തെത്തിയാൽ ഒച്ചണ്ടാക്കാൻ പാടില്ല, ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കരുത്. അത് അദബുകേടാണ്. അത് ഈ ആയത്തിന്റെ എന്നിൽ വരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹൃദയത്തിൽ മഹബത്ത് ഉണ്ടെങ്കിൽ ആ തൗഖീർ അയാൾക്ക് ഉണ്ടാകും. ഞാൻ നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലാണ്, അതിന്റെ പ്രത്യേകത ഉണ്ടാകും. അപ്പൊ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണത്. അപ്പൊ ഒന്ന് തൗഖീറിന്റെ, ഒന്ന് പ്രവാചകന്റെ മുന്നിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ റസൂലുള്ളാഹിക്ക് രക്ഷയും സമാധാനവും ചോദിക്കണം. നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. അത് തൗഖീറിന്റെ ഭാഗമാണ്. നിനക്ക് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം ഖൽബിൽ എത്രയുണ്ടോ ആ ഇഷ്ടത്തിന്റെ അടയാളമാണ് നബി തങ്ങളുടെ പേരാരെങ്കിലും പറഞ്ഞാൽ ഉടനെ നിന്റെ നാവ് ചലിക്കും. അതേ റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലുന്ന നാവായി മാറും. അത് തൗഖീറിന്റെ ഭാഗമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും ചൊല്ലണം അല്ലേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. റസൂലുള്ള പറഞ്ഞൊരു വാക്ക് കൂടി ഞാൻ ചേർത്ത് വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഒരാളുടെ അടുത്ത് വെച്ച് എന്റെ പേര് പറഞ്ഞിട്ട് അവൻ എനിക്ക് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവൻ ലുബ്ധനാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീലാണ് അവൻ. നാവില് സ്വലാത്ത് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഖൽബിൽ തൗഖീറില്ല, ഖൽബിൽ ഹുബ്ബില്ല എന്നാണ് അർത്ഥം. ഇഷ്ടല്ല. ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ ഖൽബിൽ അത് കൃത്യമാണെങ്കിൽ നബി തങ്ങളുടെ പേര് എവിടുന്ന് കേട്ടാലും ഉടനെ പറയുന്നത് എന്ത് പറയും? സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞു പോവും. അങ്ങനെ പറയാത്തവൻ നശിക്കട്ടെ എന്നാ റസൂൽ പറഞ്ഞു. റഗിബ അൻഫുറത്തിൽ, ഒരു മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോട്ടെ എന്നാണ്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ നശിച്ചു പോട്ടെ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ ശ്രദ്ധിക്കാൻ. അതാണ് പ്രവാചകനോടുള്ള ഇഷ്ടം. ആ ഹുബ്ബ് ഖൽബിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന തൗഖീറിന്റെ പ്രത്യേകതയാണത്. നബി തങ്ങളെ ആദരിക്കും. ആ ആദരവിന്റെ പ്രത്യേകതയാണ് അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടാൽ നബി തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലും എന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ സൂറ അൽ ഫത്ഹിന്റെ 9-ാമത്തെ വചനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം, പ്രവാചകനോടുള്ള ഇഷ്ടം അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നതിന് ഖുർആനും സുന്നത്തും പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ്. എന്നാൽ മഷിയിട്ട് നോക്കിയാൽ അങ്ങനത്തെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ വിഷയമാണ്. നമ്മുടെ
മലയാളത്തിൽ ഭാഷയിൽ പ്രയോഗം ഉണ്ടല്ലോ, മഷിയിട്ട് നോക്കിയാൽ കിട്ടൂല. എന്ത്? നബിതങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് റബീഉൽ അവ്വൽ 12 ചാടിക്കുത്തുക എന്നത്. റബീഉൽ അവ്വലിൽ ഈ ജാതി പണികൾ എടുക്കുക എന്നത് പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയില്ല. അത് ഞാൻ ആധികാരികമായി പറയാം, കാണാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് അറിയാത്തവരല്ലല്ലോ സ്വഹാബികൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്തവരാണ്. പക്ഷേ അവരാരും തന്നെ റബീഉൽ അവ്വൽ 12 അവരുടെ ഖൽബിലുള്ള സ്നേഹത്തിന്റെ അടയാളമായി ആഘോഷത്തിന്റെ ചെറുത് പോലും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്, ഈ കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പ്രവാചകനോടുള്ള ഇഷ്ടം എത്രത്തോളം ശക്തമാണെന്ന് അറിയണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നോക്കിയാൽ മതി. റസൂലുള്ളാഹിന്റെ സുന്നത്താണിതെന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ്, നബി തങ്ങളുടെ സുന്നത്താണോ എന്നാ പിന്നെ പറയില്ല കേട്ടോ എന്ന് പറയാൻ കഴിയില്ല. അത് റസൂലുള്ളാഹിന്റെ ചര്യയാണെന്ന് പറഞ്ഞാലും ആ ചര്യൊക്കെ ഞങ്ങളെ ഇമാമിക്ക് മനസ്സിലായതാണ്. ആ ഇമാം അത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. എത്ര ധൈര്യത്തോടുകൂടെ പറയണമെന്നല്ലോ. റസൂലുള്ളാഹിന്റെ വാക്ക് കിട്ടി, ആ വാക്ക് നമ്മളുടെ ഇമാമ് പറഞ്ഞതിനെതിരാണെങ്കിൽ ഇമാമ് പറഞ്ഞതിനനുസരിച്ച് പ്രവാചകന്റെ വചനത്തെ വ്യാഖ്യാനിക്കണം എന്നാണ്. നഊദുബില്ലാഹ്. അതായത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കണം എന്ന്. കാലിനൊത്ത് ചെരുപ്പ് മുറിക്കണം എന്നാ പറയാ. നേരെ ഉൾട്ടൻ. ചെരുപ്പിനൊത്ത് കാല് മുറിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി വന്നാൽ പിന്നെ അവിടെ വേറൊരാൾക്കും യാതൊരു സ്ഥാനമില്ല. അത് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇല്ല, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ല. ഒറ്റ വാക്ക് പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണ്. അദ്ദേഹത്തിനടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹജ്ജ് തമത്തുആയി ചെയ്യലല്ലേ നല്ലത്? തമത്തുഉമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി, അതെ, തമത്തുആണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്, അതാണ് നല്ലത്, പ്രവാചകന്റെ സുന്നത്ത് അതാണ് എന്ന് പറഞ്ഞു. അപ്പൊ വന്നയാൾ പറഞ്ഞു, അല്ല, നിങ്ങൾ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറഞ്ഞത് അങ്ങനല്ലല്ലോ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മറുപടി പറഞ്ഞു. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി എന്താ? ഉപ്പ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ അതായിക്കാരം ശരി. ഇല്ല, അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ? സഹോദര, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് അള്ളാഹു വഹി കൊടുത്ത് പ്രവാചകനാക്കിയത്, എന്റെ ഉപ്പക്കല്ല. എന്റെ ഉപ്പയ്ക്ക് അള്ളാഹു വഹി കൊടുത്തിട്ടില്ല, എന്റെ ഉപ്പയെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ഉപ്പ പറഞ്ഞതല്ല ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശരി. നിങ്ങൾ കണ്ടോ? ഇതാണ് ശരി. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ വാക്കിനെ ഉമറിന്റെ വാക്കിനനുസരിച്ച് വ്യാഖ്യാനിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് വെക്കല്ല വേണ്ടത്. അപ്പൊ തെറ്റാണെങ്കിൽ തിരുത്തിക്കൊള്ളാം. ഈ ലെവലിലൊന്ന് ചിന്തിച്ചു നോക്കുങ്ങള്. യഥാർത്ഥത്തിൽ ദീനിതാണ്, അസ്ലിതാണ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് ഇൻഷാ അല്ലാഹ്. അസ്ലിതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളോടുള്ള സ്നേഹം എങ്ങനെ, ഏത് രൂപത്തിൽ, ഖുർആനിലൂടെ അങ്ങനെ പോകാം, നമുക്ക് റസൂലുള്ളാഹിന്റെ ഹദീസുകളിലൂടെ പോകാം. കൃത്യമാണ് സ്വഹാബികൾ എങ്ങനെ ജീവിതത്തിൽ പകർത്തി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടേണ്ടത് ഖുർആനും സുന്നത്തും പറഞ്ഞ രൂപത്തിലാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്.
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അഥവാ ജനിച്ച മാസമാണ് എന്ന് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരഭിപ്രായമായി സ്വീകരിക്കാം. ഏറ്റവും സങ്കടകരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ആളാണ് മുഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പേരിലാണ് വിളിച്ചു പ്രാർത്ഥനയും ഖുത്ബിയത്തും ഖാദിരിയ റാത്തീബും ജലാലിയ റാത്തീബും അങ്ങനെ തുടങ്ങുന്ന സാധനങ്ങളൊക്കെ ഉള്ളത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പറയും മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് പറയണമെന്നാണ്. അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടാ പറയണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ മാലയിൽ എന്തെങ്കിലും ഒരു കള്ളുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽഗുനിയ ബി താലിബി തരീഖുൽ ഹഖ് എന്ന ഗ്രന്ഥം അൽഗുനിയയിൽ അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നല്ല മുഹറം 10-നാണ് എന്നാണ്. മുഹറം 10-ന്റെ ശ്രേഷ്ഠത പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മുഹറം 10-നാണ് എന്നാണ്. ഇനി ബാക്കി അത്തരം ആളുകൾ തീരുമാനിച്ചാൽ മതി. മുഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹം അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയതനുസരിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ റബീഉൽ അവ്വൽ തിരുത്തേണ്ടി വരും. അല്ല, അദ്ദേഹം പറഞ്ഞാൽ കള്ളുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു തേടുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഇഖ്തിലാഫിയ മസ്അലയാണ്, അവിടെ നോട്ടെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോ അത് റബീഉൽ അവ്വലിലാണ്. ആ ദിനമുണ്ടല്ലോ, നബി തങ്ങൾ വഫാത്തായ ദിവസം, ആ ദിനം ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും സങ്കടത്തോടു കൂടിയല്ലാതെ ഓർക്കാൻ കഴിയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് എന്താണെന്നറിയോ? ഞാൻ എത്ര മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ശഹീദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ദഖല അൽ മദീന, മദീനയിൽ നബി തങ്ങൾ കടന്നു വന്ന ദിവസം അതൊരു റബീഉൽ അവ്വൽ ആയിരുന്നു. നബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നത് റബീഉൽ അവ്വലിലാണ്. ആ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അദ്വഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീ, മദീന ഏറ്റവും പ്രകാശിതമായ ദിവസം അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നിറങ്ങിയ ദിവസമാണ്. മദീന ഏറ്റവും സന്തോഷവും ഏറ്റവും അധികം പ്രകാശിതവുമായ ദിവസം നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസമാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കണം. വശഹിതുഹു യൗമ മാത ഫമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി. ഒരു റബീഉൽ അവ്വൽ ഒരു ദിവസം, ആ ദിവസമാണ് മദീനയിൽ ഏറ്റവും അധികം ഇരുളടഞ്ഞു പോയ ദിവസം, ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയ ദിവസം, മാത്രമല്ല ഏറ്റവും ഗുണമില്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം ആ വാക്കിന്റെ അർത്ഥം. അങ്ങനത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് തോന്നുന്നത് അത് റസൂലുള്ളാഹി വഫാത്തായ ദിവസമാണ്. ആ ദിവസം മദീന ഇരുണ്ടുപോയി, മദീന കറുത്തുപോയി, എല്ലാവരുടെയും മുഖങ്ങളിൽ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കരുത്തരെന്നറിയപ്പെടുന്ന ഉമർ ബിൻ ഖത്താബ് പോലും തകർന്നു പോയ ദിവസം, ഏറ്റവും കരുത്തനായ ഉമർ, കിസ്റയും കൈസറും പേര് കേൾക്കുമ്പോൾ ഞെട്ടിവിറച്ചിരുന്ന ഉമർ ബിൻ ഖത്താബ് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ വാവിട്ട് കരയുന്ന തകർന്നു പോകുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിന്റെ അവസ്ഥ അതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിന് അത് സമ്മതിക്കാൻ കഴിയാതെ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആയത്ത് ഓതിക്കേട്ടപ്പോ ഉമർ ഖത്താബിന്റെ വാക്കുണ്ട്, ഞാൻ നിലത്തിരുന്നു പോയി. നബി തങ്ങൾ വഫാത്തായി എന്ന് ഞാൻ എന്നെ പറഞ്ഞു സമ്മതിപ്പിക്കുമ്പോ എന്റെ ശരീരം തളർന്ന് ഞാൻ താടി ഇരുന്നു പോയി എന്ന് പറയാം. അത്രയും ദുരന്തപൂർണമായിരുന്നു മദീന. ആ മദീന അത്രയും ദുരന്തമായി എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമ്പോ റസൂലുള്ളാഹിന്റെ വഫാത്ത് നടന്ന ആ മാസത്തെ, പ്രിയപ്പെട്ടവരെ,
സന്തോഷത്തോടെയും ആർഭാടത്തോടെയും ചാടിയും തുള്ളിയും പടക്കം പൊട്ടിച്ചും ഇങ്ങനെ ആഘോഷിക്കാൻ ഏത് ശൈത്താനാണ് നമ്മളോട് പറഞ്ഞു തന്നത്? ആ ശൈത്താന്റെ പേര് കേൾക്കണോ നിങ്ങൾക്ക്? പറഞ്ഞു തന്ന ശൈത്താന്റെ പേരേതാണെന്നറിയോ? ആ ശൈത്താന്റെ മക്കളുടെ വാപ്പാരെന്നറിയോ? ഉബൈദുള്ള എന്ന് വിളിക്കപ്പെടുന്ന യഹൂദി മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്ന ഉബൈദിയാക്കളുടെ പിതാവ്, അവന്റെ മക്കളാണ് അള്ളാന്റെ റസൂൽ വഫാത്തായ ദിവസം തെരഞ്ഞെടുത്ത് ആഘോഷിക്കാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, റസൂലുള്ളാഹിനെ കൽബിൽ ചേർത്ത് വെച്ചോ, പ്രവാചക വചനങ്ങൾക്ക് വേണ്ടി ശക്തമായി നിന്നോ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത, അവിടുത്തെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് 2-ാം തീയതി നമ്മുടെ ചെങ്കോട്ടി IMB ഹാളിൽ വെച്ച് രാവിലെ 9 മണി മുതൽ 4 മണി വരെ മാഹിറുൽ ഖുർആനിനെ അതിൻ്റെ അഗാധ തലങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ വിശദീകരണം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 2-ാം തീയതി IMB ഹാളിൽ വെച്ച് സാധിക്കുന്ന ആളുകൾക്ക് അവിടെ എത്താം. ഖുർആനെ കുറിച്ച് അഗാധമായി മനസ്സിലാക്കാനുള്ള ആ പഠനത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ, അതുപോലെ മദർസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ, ഹിഫ്ള് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ബന്ധപ്പെടാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.